ഹായ്, നമ്മളിന്ന് നിൽക്കുന്നത് ബ്രൂഷാണ്. നമ്മുടെ PK മൂവിയിലെ ഒരുപാട് സോങ്സ് ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ്. രാവിലെ ഒരു 5 മണി, നല്ല തണുപ്പുമാണ്. നമ്മൾ യാത്രയിലാണ്. അപ്പോൾ അത് നല്ല ഉറക്കവും വരാം, നല്ലോണം നമുക്ക് കുറച്ചുറങ്ങുന്ന ഒരു കാലാവസ്ഥയും. അപ്പോൾ എന്താ ഗോലേട്ട് എന്താ അതിന് വേണ്ടിയിട്ട് തന്നെ അത് ഉറക്കം വരാനായിട്ടുള്ള പാട്ടിട്ടേക്കണം. ഫ്ലിക്സ് ബസ് നമ്മളുടെ വീഡിയോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ഈ യൂറോപ്പിൻ്റെ അകത്ത് ഏറ്റവും ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാവുന്ന ബസ്. നമ്മളുടെ ഒപ്പം തന്നെ ഇൻഡോമിനിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു പാരീസിലേക്കാണ് ഈ ബസ്. നമ്മൾ പോകുന്ന സെയിം റൂട്ടാണ്. ഉറക്കം തൂക്കി പാട്ട് മാറ്റി അടിപൊളി പാട്ട് ഇടുന്ന് പറഞ്ഞപ്പോൾ അത് ഇട്ടേക്കണം കേട്ടോ. മുക്കാബല ഗോലേട്ടിന്റെ അടിപൊളി പാട്ടുകൾ മനസ്സിലായില്ല. ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ അടിപൊളി പാട്ടുകൾ. ഇപ്പോൾ രാവിലെയായി. ഇനി ഇവിടെ നിന്ന് ഒരു ബ്രൂഷിലേക്ക് ഒരു 17 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പെട്രോൾ സ്റ്റേഷനാട്ടോ ഇത് ഇവിടെ നിർത്തിയേക്കുന്നത്. കാര്യം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ടോയ്ലറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിർത്തി. ഇവിടെ ഈ പെട്രോൾ സ്റ്റേഷനിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റ്സ് ആണ്, പിന്നെ ടോയ്ലറ്റ്സും ഒക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ കഴിക്കുന്നെങ്കിൽ ആവാം. അതുകൂടാതെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ യാത്ര വീണ്ടും തുടരും. അപ്പോൾ നമ്മളിനി ബ്രൂഷിലേക്ക്. നല്ല തണുപ്പാണ് ഇന്ന് രാവിലെ. ഞാൻ ഈ കോട്ടും ഈ ഷോളും ഒക്കെ ഇട്ടിട്ട് തണുക്കുക. അപ്പോൾ അതേ ഇവിടുത്തെ ഒരാൾ കണ്ടോ, ഇത്രയും തണുപ്പത്തെ ഒരു നിക്കറൊക്കെ ഇട്ടിട്ട് ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടോ. നമ്മളാണെങ്കിലും പതച്ച് വീട്ടിൽ കിടന്നുറങ്ങും നല്ല തണുപ്പുള്ള ദിവസം. ഇതേ നമ്മളിവിടെ ഒരു ചെറിയ സ്ട്രീറ്റിലൂടെയാണ് നടക്കുന്നത്. ഈ സ്ട്രീറ്റിൽ എല്ലാം ഈ റോഡായാലും വീടുകളൊക്കെ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇതിപ്പോഴൊന്നും അല്ല, ഇതൊരു മിഡീവൽ ടൈമിൽ തൊട്ടേ ഇങ്ങനെയാണ്. അതിപ്പോഴും അതേപോലെ വൃത്തിയോടെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ടൗണിൽ എല്ലാ വീടും ഒരേപോലെയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, നമ്മുടെ നാട്ടിൽ അതായത് പൈസയുള്ള ഒരാളുടെ വീടും അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വീടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? കാര്യം പൈസയുള്ള ആൾ അയാളുടെ പ്രൗഢി കാണിക്കാനാണ് അതുപോലത്തെ ഒരു വലിയ വീടൊക്കെ കാശ് മുടക്കി പണിയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. നമുക്ക് ഒരാളുടെ വീട് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ കാര്യം ഇവിടെ ആളുകൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ നഗരത്തിന്റെ പുറത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് ബ്രൂഷ് നഗര മധ്യത്തിലേക്ക് നടക്കുകയാണ്. ഇടുങ്ങിയ തെരുവുകളും അതിന് ഇരുവശവുമായി ചെറിയ അടുക്കി വച്ച വൃത്തിയുള്ള വീടുകൾ. എല്ലാ വീടുകളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചവയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു നഗരമാണ് ബ്രൂഷ്. ബ്രസൽസും ആൻഡ്രിപ്പും ഒക്കെ സന്ദർശിക്കുന്നവർ സാധാരണയായി ബ്രൂഷും അവരുടെ പ്ലാനിൽ ഉൾപ്പെടുത്താറുണ്ട്. യൂറോപ്പിന്റെ മിഡീവൽ കാലഘട്ടത്തിലെ ചരിത്രമുറങ്ങുന്ന ഒരു നഗരം കൂടിയാണ് ബ്രൂഷ്. ബ്രൂഷിലെ ഈ ഇടുങ്ങിയ തെരുവുകളിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മളുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിലൊക്കെ പോയ കാര്യങ്ങളാണ്. ഒരൊറ്റ വ്യത്യാസം മാത്രം, വൃത്തിയുടെ കാര്യത്തിൽ. നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെയൊക്കെ ചരിത്രം പോരുന്ന എത്ര സ്ഥലങ്ങളുണ്ടല്ലേ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് വിനോദസഞ്ചാര മേഖലയിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. അങ്ങനെ നടന്ന് ഞങ്ങൾ ബ്രൂഷിലെ നഗരമധ്യത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ചാണ് ഒരു കൗതുകം തോന്നിയ കാഴ്ച കണ്ടത്. ഒരു പരമ്പരാഗതമായ ഫ്ലെമിഷ് കല്യാണം. നമ്മൾ നിൽക്കുന്നത് ബെൽജിയത്തിലെ ഫ്ലെമിഷ് പ്രവിശ്യയിലാണ്. ബ്രൂഷ് ഫ്ലെമിഷ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്. ഏറ്റവും രസകരമായി തോന്നിയത് വധൂവരന്മാർ തന്നെയാണ്. അല്പം പ്രായം ചെന്നവരാണ് ഈ വധൂവരന്മാര്. അവരുടെ കൂടെ 2 കുട്ടികളുമുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ വധൂവരന്മാരുടെ കുട്ടികളാണ് അവരുടെ കൂടെയുള്ളത്. യൂറോപ്പിൽ എല്ലാവരും ഏകദേശം കുറേ നാൾ ഒന്നിച്ച് ജീവിച്ചതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവർക്കും വിവാഹ സമയത്ത് കുട്ടികളും ഉണ്ടാവും. ഞാൻ ശരിക്കും കുതിരവണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വ്ളോഗിന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചാടി കയറി ഇരുന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുതിരവണ്ടിക്കാരൻ എന്നോട് ഇറങ്ങുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കാര്യം ഇത് കല്യാണത്തിന് ചെറുക്കനും പെണ്ണിനുള്ള വണ്ടിയാണ്, നിങ്ങൾ ചോദിച്ചിട്ട് വേണം കയറാൻ, അവരിപ്പോൾ വരും, അവർക്ക് റെഡിയായിട്ട്. ശരിയാണ്. അപ്പോഴാണ് ഞാൻ ഡെക്കറേഷനൊക്കെ ശ്രദ്ധിച്ചത്. ആ പിള്ളേരൊക്കെ ഉണ്ടോ, ആ പിള്ളേരുടെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണമാണ് കഴിഞ്ഞത്. എന്നാലോചിക്കും മക്കൾക്ക് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കാണാനുള്ളൊരു ഭാഗ്യമുണ്ട്. ഇപ്പോൾ ഇത് അടുത്ത വണ്ടി എന്ന് പറയുന്നത് അവരുടെ മാരേജ് ഫംഗ്ഷന് പങ്കെടുത്ത അവരുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെയാണെന്ന് തോന്നുന്നു. അവർക്ക് വേണ്ടിയാണ് അടുത്ത വണ്ടി ഒരുക്കിയേക്കുന്നത്. അത് കുറച്ച് വലുതാണ്, കുറച്ച് ആൾക്കാർക്കൊക്കെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതാണ് ബെൽ ടവർ. ഇതൊരു ഏകദേശം ഒരു 100 മീറ്റർ
ഹൈറ്റ് ഉണ്ട് ഇതിന്. നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. കാര്യം ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഈ ഫുള്ളി ബ്രൂജ് സിറ്റി കാണാൻ പറ്റും. പിന്നെ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എന്തെങ്കിലും ഒരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയില്ലേ ഒരു വാർണിംഗ് അലാറം ഒക്കെ പോലെ അന്നത്തെ കാലത്ത് ഇതിൻ്റെ മുകളിൽ മണി അടിച്ചാണ് അവരിത് അറിയിക്കുന്നത് ആളുകളെ. നമ്മൾ ആക്ച്വലി നമ്മുടെ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒരു വാക്കിംഗ് ടൂറാണ്, ഫ്രീ ആണ്. അപ്പോൾ ഇവർ നമ്മൾ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യും. ഇത് ഫ്രീ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടിപ്പ് എന്തെങ്കിലും കൊടുത്താൽ മതി. ഇപ്പോൾ ഉച്ചയായി. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, താജ്മഹൽ എന്ന് പറഞ്ഞിട്ട്. ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് പറയാം എന്തെങ്ങനെയുണ്ടെന്ന്. താജ്മഹലിൽ പോയി എന്നല്ല കേട്ടോ, താജ്മഹൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഭാഗ്യത്തിന്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പെട്ടെന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഉണ്ട് 400 മീറ്റർ മാറി ഇതേ അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അതേ സ്പൂണൊക്കെ കണ്ടോ, ഒരു ഡാബ സ്റ്റൈലൊക്കെ സ്പെഷ്യലൊക്കെ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ രീതിയിലുള്ള സ്പൂണൊക്കെ ഞാൻ. വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിൽ നിന്ന്. അയ്യോ ഭയങ്കരം തന്നെ. സ്റ്റാർ ഹോട്ടൽ ചാലക്കുടി ഇല്ലേ? അതല്ല, പെരുമാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടല്. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചല്ലേ ത്രിവേണി ഹോട്ടല്? അതെ, അത് പെരുമാവൂരാണെന്ന് സ്റ്റാർ ഹോട്ടല്. ബ്രൂഷിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും കുറേ നിങ്ങളെ കാണിക്കാനുണ്ട്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ളത് വളരെ സമയമെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബ്രൂഷിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത ആഴ്ച വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.